ഹലോ ഗൈസ്, ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷണറിന്റെ റിവ്യൂ അറിയാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നിപ്പോൾ എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്, പക്ഷെ ഹെയർ വാഷ് ഒന്നും ചെയ്തിട്ടില്ല. അത് സൺഡേ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആവും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന്. അപ്പോൾ ഇപ്പം ഇന്ന് കുറച്ച് ഫ്രിസി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതാ കണ്ടീഷണർ എന്ന് അറിയണ്ടേ, കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പ്ലമ്മിന്റെ കോക്കനട്ട് പെപ്റ്റൈഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷണറാണ്. ഇതിന്റെ പേര് പോലെ തന്നെ ഇതിന് നല്ല നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുടെ സ്മെല്ലാട്ടോ. അതേപോലെ ഇത് മെയിൻ ആയിട്ട് യൂസ്ഫുൾ ആകുന്നത് നല്ല ഡ്രൈ ആയിട്ടും അതേപോലെ സ്ലൈറ്റ്ലി ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് കേട്ടോ. നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ വെറ്റ് ഹെയറിലോട്ട് തന്നെയാണ് നമ്മൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഹെയറിന്റെ മിഡ് ലെങ്ത് തൊട്ടിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക. ഒരു 2 to 3 minutes വരെ വെയിറ്റ് ചെയ്യുക, പിന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇതിന്റെ നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുക കേട്ടോ. അതായത് നമ്മുടെ ഹെയർ നല്ല പോലെ സ്മൂത്ത് ആയിട്ടും ഷൈനി ആയിട്ടും കിടക്കും. ഞാനിത് വീക്ക്ലി ട്വൈസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അതായത് ഞാൻ ഡെയിലി അങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് മന്തിലെ ഗീവ് അവേ വിന്നറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ ഈ മാസത്തെ നമ്മുടെ ഗീവ് അവേ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷണർ തന്നെയാണേ. അപ്പൊ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നമ്മുടെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു മാസത്തെ ഒറ്റ വീഡിയോയിൽ മാത്രമായിട്ടല്ല നമ്മൾ നോക്കുന്നത്. ഈ ഒരു മാസത്തെ എല്ലാ വീഡിയോസിന്റെയും കമന്റ്സും ലൈക്കും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.